ഇന്ന് ഞാനിവിടെ മീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ പാര മീനാണ് എടുത്തിരിക്കുന്നത്. ഈ മീനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഈ മീൻ ഞാൻ കട്ട് ചെയ്തൊന്നും എടുക്കത്തില്ല. ഇത് ജസ്റ്റ് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഉള്ളിലെ അഴുക്കെല്ലാം മാറ്റി ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കും. മസാല ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലാതെ ഇത് പീസ് പീസാക്കി ഞാൻ മുറിച്ചെടുക്കത്തില്ല. ഇനി ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഈ ഫിഷിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഉള്ളിലെ അഴുക്കൊക്കെ മാറ്റി വാഷ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വാല് കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഒരു നൈഫ് കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കണം. ഒരുപാട് താഴരുത്. ഒരുപാട് താഴ്ന്നു കഴിഞ്ഞാൽ ഇത് മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്ക് വിട്ടുപോകും. കുറച്ച് ഇങ്ങനെ താഴ്ത്തി കട്ട് ചെയ്താൽ മതി. ഇത് മസാലയൊക്കെ ഉള്ളിൽ കയറാനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ പകുതി നാരങ്ങയാണ് എടുത്തത്. ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീനിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ വരഞ്ഞ ഭാഗത്തൊക്കെ മസാല കയറത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ മീനിൻ്റെ ഉൾഭാഗത്തേക്കും മസാല കയറണം. ഈ മീൻ ഞാനിവിടെ മസാല തേച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഇവിടെ ഞാൻ 8 പീസ് ചെറിയ ചുവന്നുള്ളിയും 7 പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ഉലുവയും 2/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും. ഇതാകുമ്പോൾ എരിവ് കുറവാണ്, കുരുമുളകിൽ എരിവുണ്ടാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ നീരും ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ നാരങ്ങ നീരിൻ്റെ നീര് പോരാൻ തോന്നിയാൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് കുറച്ച് കട്ടിക്ക് ഇത് അരച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഇത് അരച്ചെടുക്കണം. ഒരുപാട് മഷി പോലെ അരയണ്ട, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വന്നാൽ മതി. ഇതാണ് ഈ മസാലയുടെ ഒരു പരുവം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സലു കിച്ചൻ പുതിയൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നേരിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ വീഡിയോയിലോ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിതൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിനെക്കാളും ഒക്കെ എപ്പോഴും നല്ലത് ഇരുമ്പ് ചട്ടിയൊക്കെയാണ്.
ഇതിങ്ങനെ ഇളക്കി ഇളക്കി നല്ല വഴറ്റിയെടുക്കണം. ഇതിവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇതിൽ അരച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കണം, എന്നാൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിവിടെ വഴണ്ട് വരുമ്പോഴേക്ക് ഞാനിവിടെ കുറച്ച് ഇഞ്ചി, വളരെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി മസാലയ്ക്ക് കുറച്ച് പുളി വേണ്ടേ? ഞാനിവിടെ പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയ്ക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും നാരങ്ങയുടെ ചെറിയൊരു പുളിപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് തന്നെ. ഇവിടെ ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ എണ്ണയിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇട്ട ഉടൻ തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് ഇത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഇത് ഫ്രൈ ആവാൻ പാടില്ല, കാരണം ഇത് നമ്മളിനി പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വാഴയിലയിൽ. മീനിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതിയാവും. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വാഴയിലയിൽ എങ്ങനെയാണ് പൊതിയുന്നതെന്ന് നോക്കാം. വാഴയില ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ട് വാട്ടിയെടുത്തിരിക്കുവാണ്. അതായത് അല്ലെങ്കിൽ വാഴയില നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പോഴേക്ക് കീറിപ്പോവും. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അത് നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴേക്ക് ഇതുപോലെ വാടി വരും. ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ആദ്യം വെച്ച് കൊടുക്കാം. ഈ മസാല ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം, സെൻറ്റർ നോക്കിയിട്ട്, കാരണം നമ്മൾ മീൻ കവർ ചെയ്ത് നിൽക്കണം. ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും ഈ മസാലയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ ഫിഷ് പൊരിച്ചെടുത്ത കറിവേപ്പിലയൊന്നും കളയാനൊന്നും വേണ്ട, കണ്ടോ? ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിന് പുറത്തേക്ക് ബാക്കിയിരിക്കുന്ന മസാല കൂടെ വെച്ച് കവർ ചെയ്തെടുക്കാം. പച്ചമുളക് കീറാതെ ഇട്ടത് കൊണ്ട് എരിവ് അധികം ഉണ്ടാകത്തില്ല. നമ്മൾ ആദ്യം ചേർത്ത കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെ എരിവ് മാത്രമേ ഇതിലേക്ക് ഉണ്ടാവുള്ളൂ. ഇത് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, എനിക്ക് വാഴനാര് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഈ വാഴനാര് കൊണ്ടാണ് ഞാനിത് പൊതിഞ്ഞെടുക്കുന്നത്. ഇനി ഇത് കവർ ചെയ്തെടുക്കാം. മസാല ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇല വാട്ടിയെടുത്തത് കൊണ്ടാണ് ഇല കീറിപ്പോവാത്തത്, അല്ലെങ്കിൽ ഇല പെട്ടെന്ന് കീറിപ്പോവും. ഇനി ഈ വാഴനാര് കൊണ്ട് ഇതൊന്ന് കെട്ടിയെടുക്കാം. വാഴനാരില്ലെങ്കിൽ നല്ല കട്ടിയുള്ള നൂല് കൊണ്ട് ഇതുപോലെ കെട്ടിയെടുത്താലും മതിയാവും. കണ്ടോ, ഇതുപോലെ കെട്ടിയെടുക്കണം. ഇനി ഇത് എങ്ങനെയാണ് പൊള്ളിക്കുന്നതെന്ന് നോക്കാം. ഇത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചപ്പാത്തി പാനാണ് എടുത്തിരിക്കുന്നത്. ഇതും ഇരുമ്പിൻ്റെ ഒരു ചപ്പാത്തി പാനാണ്. ഇത് ദോശക്കല്ലായാലും മതി. ഞാനിവിടെ ചപ്പാത്തി പാൻ എടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം.
ഇനി പതുക്കെ ഈ വാഴയിലയിൽ പൊതിഞ്ഞ ഫിഷിനെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് പൊള്ളിച്ചെടുക്കേണ്ടത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മറച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഞാൻ ഇതുപോലെ ചെറിയ ചൂടിലിട്ട് ചൂടാക്കി എടുത്തതാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. മീൻ വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായി. ഇനി ഞാനിത് ഇതിൻ്റെ കെട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണ്. ഞാൻ ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, എല്ലാം വെന്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നല്ല പാകത്തിനുള്ള എരിവും പാകത്തിനുള്ള പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.